രാജ്യത്തിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനം നമ്മൾ നന്നായി ആഘോഷിച്ചു അല്ലേ. എന്നാൽ നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. റിപ്പബ്ലിക് ദിനം ഗോത്ര മഹോത്സവമായി കൊണ്ടാടുന്ന ഒരു ജനതയുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ് ഈ ഗോത്ര മഹോത്സവം. അതിനെക്കുറിച്ച് അറിയണ്ടേ? രാജ്യത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട് ഈ ജനത. മലരും തേനും അരിവറുത്തതും കാട്ടുതച്ചിയും വെച്ചുള്ള ആഘോഷം. ദളിത് സേവ് സൊസൈറ്റിയുടെ പ്രവർത്തനം ആരംഭിച്ചത് മുതലാണ് കാസർഗോട്ടെ ആദിവാസി ജനത റിപ്പബ്ലിക് ദിനത്തെ ഗോത്ര മഹോത്സവമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഈ സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള ബഹുമാന്യമായിട്ടുള്ള തത്വണ്ണൻ്റെ നേതൃത്വത്തിലാണ് പൊതുവേദികളിലേക്ക് നമ്മുടെ പ്രചരണം അല്ലെങ്കിൽ പരിപാടി എത്തിത്തുടങ്ങിയത്. എന്നോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷം ഗോത്ര മഹോത്സവം എന്ന രീതിയിലേക്ക് വളരെ വിപുലമായ രീതിയിൽ എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചിട്ടുള്ളൊരു പൊതുപരിപാടി നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ആണ്ടറുതിക്ക് ശേഷം നടക്കുന്ന ഗോത്ര മഹോത്സവത്തിൽ നവരപ്പുഴുക്കും കേദപ്പുഴുക്കും കുരുണ്ടുപുഴുക്കും തുടികൊട്ടിപ്പാട്ടും ഒഴിച്ചുകൂടാനാവില്ല. ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ മനുഷ്യാവകാശ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടി വരും വർഷവും ഇവരിങ്ങനെ ഒത്തുകൂടും. 24 കാസർഗോഡ്. കൊള്ളാലേ, റിപ്പബ്ലിക് ദിനം ഗോത്ര മഹോത്സവമായി ആഘോഷിക്കുന്നത്. നമ്മളിത്തവണ കലോത്സവത്തിലും ഈ ഗോത്ര കലകളുണ്ടായിരുന്നു. അപ്പോൾ ഈ മംഗലം കളി തുടങ്ങിയ ഇതൊക്കെ അതുപോലെയുള്ള കലകളുണ്ട് ഇവിടെ. നല്ല രസമുണ്ടല്ലോ. അതൊരു പുതിയ അറിവ് കൂടിയായിരുന്നു അല്ലേ നമുക്ക്.